ഹലോ, ഇന്നൊരു സാമ്പാർ റൈസിൻ്റെ റെസിപ്പിയാണ്. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഒരു ഗ്ലാസ് സോന മസൂരി ഒന്ന് പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ സാമ്പാർ പരിപ്പുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയൊരളവിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി അത് ഒരു 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം അതിനൊന്ന് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കുക. ആ സമയത്ത് നമ്മൾക്ക് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ക്യാരറ്റ്, പിന്നെ പംകിൻ, സവാള, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ കഴുകി നന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുത്തതിന് ശേഷം നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരിയും പരിപ്പും നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസും കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓൺ ചെയ്യാം, കുക്കർ വെച്ചിട്ട്. ഇനി അതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. രാവിലെ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരാനാണ്. ഒരു 4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം 2 വിസിലടിപ്പിക്കുക കേട്ടോ. ഇതവിടെ നിന്ന് വിസിലടിക്കട്ടെ. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു സാമ്പാർ പൊടി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 മുളക്, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ഇഡലിക്കൊക്കെ ഇടുന്ന ഉഴുന്നുണ്ടല്ലോ അത്, പിന്നെ കുറച്ച് പരിപ്പ്, പിന്നെ ഉലുവ, ഇത്രയും ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ എല്ലാം 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ആയാലും മതി. ഞാനിവിടെ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും അധികം എടുത്തത് കേട്ടോ. ഇതിൽ നിന്നൊരു 2 സ്പൂൺ മാത്രമേ നമ്മൾക്ക് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണേ, എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ജീരകത്തിൻ്റെയൊക്കെ നല്ല മണമൊക്കെ ഉണ്ടാവും കേട്ടോ. സാദാ ജീരകമാണ് കേട്ടോ ഇതിലേക്ക് ഇടേണ്ടത്. അതും കൂടി ഇട്ട് നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ മിക്സിയിലിട്ടിട്ട്. അപ്പോഴേക്കും കുക്കറൊക്കെ വിസിലൊക്കെ അടിച്ച് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് അവിടെ കിടന്നൊന്ന് തിളച്ചോട്ടെ. ആ സമയത്ത് നമ്മൾക്ക് ഇതിനൊന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സാധാരണ കോക്കനട്ട് ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടല്ലോ, നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല അടിപൊളി നെയ്യാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാർ റൈസാണ് കേട്ടോ. ഈ സാമ്പാർ റൈസ് എന്ന് പറയുമ്പോൾ സാമ്പാർ സെപ്പറേറ്റ്, റൈസ് സെപ്പറേറ്റ് അല്ല, നമ്മളിങ്ങനെയാണ് ചെയ്തെടുക്കാറ് കേട്ടോ. അപ്പോൾ എണ്ണയും നെയ്യൊക്കെ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളുടെ നേരത്തെ ജീരകം ഇട്ട് കൊടുത്തില്ലേ, സാമ്പാർ പൊടിയിലും ജീരകം ഇട്ട് കൊടുക്കണം. സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പോഴും ജീരകം ഇട്ട് കൊടുക്കണം. ഈ എണ്ണയിലേക്കും ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒതൻറ്റിക്കായ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മൾക്ക്. അപ്പോൾ അത് രണ്ടും നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ മസാല ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു 2 സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ, ഒരു കളറിന് വേണ്ടിയിട്ട്. പാത്രം വെച്ചത് സൈഡായി പോയല്ലേ, രാവിലത്തെ ആ ഒരു തിരക്കിൽ ചെയ്തതാണ് കേട്ടോ. ഒന്നുമില്ല, കടുക് പൊട്ടിക്കുക, ജീരകം ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കാശ്മീരി മുളകും പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്കറിലേക്ക് റൈസ് ഉണ്ടല്ലോ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ മസാല. ഇനി കുറച്ചും കൂടി വെള്ളം ആ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 3/4 ഗ്ലാസ്സൊക്കെ ഉണ്ടാവും, അതും കൂടി ഈ റൈസിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോഴത്തേക്ക് ചോറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ആ പരിപ്പും ചോറും നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുഴഞ്ഞ രൂപത്തിലുണ്ടാവും കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കാൻ വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പും
വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ മല്ലിയില സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല കേട്ടോ. ഇത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പാർ റൈസാണ് കേട്ടോ. നല്ലോണം ലേറ്റായി, 7 മണി ആയിട്ടുണ്ട്. സ്കൂൾ ബസ്സൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ പിള്ളേരെ വേഗം ലഞ്ച് ബോക്സൊക്കെ എടുത്തു വെച്ച് താഴെ കൊണ്ടുവിടട്ടെ. അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബൈ.